എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കപ്പ കൊണ്ടൊരു റെസിപ്പി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം കപ്പ പുഴുങ്ങി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതുപോലെ തന്നെ ഉഴുന്നിടുക, വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു. പിന്നെ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ആവശ്യത്തിനനുസരിച്ച് ഇട്ടേച്ചാൽ മതി. നമ്മളുടെ കപ്പയ്ക്കനുസരിച്ച് സവാള ഇടുക. ഒരുപാട് സവാള നന്നായിട്ട് വഴണ്ടി കിട്ടണം. അതെല്ലാം ഒന്ന് വഴണ്ടി കിട്ടി ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയല്ല, ശരിക്കും വഴറ്റിയെടുക്കുകയാണ്. സവാളയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനോ വെറുതെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനോ ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. കപ്പ പുഴുങ്ങിയ സമയത്ത് ഉപ്പിട്ടിട്ടാണ് കപ്പ പുഴുങ്ങിയെടുത്തത്. അത് കാരണം കൊണ്ട് ഒരുപാട് ഉപ്പിടാതെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഉപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കറിയാണ് ഏത് റെസിപ്പിയാണ് കൊള്ളാവുന്നത്. അത് കാരണം കൊണ്ട് ഉപ്പിടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പയായിട്ടുള്ള മെഴുക്ക് പുരട്ടിയെന്നോ അല്ലെങ്കിൽ കപ്പ റോസ്റ്റ് എങ്ങനെ വേണമെങ്കിലും പറയാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ വറ്റൽമുളകൊക്കെ ഇട്ട കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എടുത്തത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഇതായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് പോയിട്ട് ഫുഡ് ഞങ്ങൾ ഉച്ചക്കത്തേനാണെങ്കിൽ അവിടുന്ന് ഹോട്ടലിൽ നിന്നാണ് കഴിച്ചിട്ട് പോകുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ഹോട്ടലിൽ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഒരുപാട് വലിയ സ്പേസ് ഇല്ല നമുക്ക് ഇരിക്കാൻ വേണ്ടി. എന്നിരുന്നാലും ഉള്ള സ്പേസ് വഴി നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ഇങ്ങനെ ഓരോന്ന് എഴുതി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതൊക്കെ ഫുഡ് വരുന്നിടം വരെ വായിച്ചൊക്കെ ഇരിക്കാനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതുപോലെ സീനറിയൊക്കെ നന്നായിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഫുഡാണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേർക്കും കൂടെ 2 ചിക്കനും 2 ഫിഷിൻ്റെ ഊണാണ് മേടിച്ചത്. ഒരു ഊണിന് 12 ദിർഹമായിട്ടാണ്. പക്ഷേ ഇത് ഒത്തിരി എല്ലാം കൂടെ നമുക്കൊട്ടും കഴിക്കാൻ പറ്റത്തില്ല. അത് കാരണം കൊണ്ട് ചില കറികളൊന്നും എടുത്തിട്ടേ ഇല്ല. അതുപോലെ മാറ്റി വെച്ചിട്ട് അവരോട് പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, നിങ്ങൾക്കത് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് ആ ഒരു പ്ലേറ്റിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം കേട്ടോ. കാരണം ഞങ്ങൾ ഓർത്തു, കാരണം നമ്മളിത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വെറുതെ എന്തിനാണ് വേസ്റ്റാക്കി കളയുന്നത്. പക്ഷേ എല്ലാം നല്ല ടേസ്റ്റിലുള്ള കറികളായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചോറൊക്കെ കഴിച്ച് ഊണൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് മുതലാകും, അത് തന്നെ പറയാം കേട്ടോ. അപ്പോൾ മീനൊക്കെ ആണെങ്കിലും ചെറിയ മീനൊന്നുമല്ല, നല്ല വലിയ കഷ്ണം മീനാണ്. മീനും അതുപോലെ തന്നെ മീനിൻ്റെ ഊണാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഒരു വറുത്ത മീനും അതുപോലെ തന്നെ മീനിൻ്റെ കറിയുമായിരിക്കും. ചിക്കൻ്റെ ഊണാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ചിക്കൻ ഒരു 3 പീസും പിന്നെ അതുപോലെ ചിക്കൻ്റെ കറിയുമായിരിക്കും. ബാക്കി എല്ലാ കറികളും സെയിം ആയിരിക്കും. രസം പറയാൻ പറ്റില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലുള്ള രസം. അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് AC ക്ലീൻ ചെയ്യാനായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പൊടികളുണ്ടായിരുന്നു. പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിന് മുന്നേ ഞങ്ങൾ ക്ലീൻ ചെയ്തതാണ്. ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും നല്ല പൊടിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആഴ്ച എടുത്ത് ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കണ്ടോ, ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു കളറ് മാറിയ മാറ്റം കണ്ടോ. നന്നായിട്ട് പൊടിയുണ്ട്. നമ്മൾ എത്ര തൂത്ത് തുടച്ച് വെച്ചെന്ന് പറഞ്ഞാലും വീണ്ടും പെട്ടെന്നാവും. സാധാരണ നമ്മൾ ഫ്ലോർ ആണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ക്ലീൻ ചെയ്യാത്ത പോലെ കിടക്കുന്നത് കാണാം. അതുപോലെ പൊടിയായിരിക്കും ഇരിക്കുന്നത്. ഇത് നാട്ടിലെ വീഡിയോ ആണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് ക്യാമറയിൽ കൂടെ റെക്കോർഡ് ചെയ്ത് കിട്ടിയതാണ്. മഴ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ്.
അപ്പോൾ ഈ ഒരു മഴ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത് ഞങ്ങളുടെ ഓണർ ബാബ് ഞങ്ങൾക്ക് തന്നതാണ്. ഈന്തപ്പഴം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല മധുരമാണ്. ഞാൻ നേരത്തെയൊക്കെ ഓർത്തിട്ടുണ്ട് ഈന്തപ്പഴമൊക്കെ ഇവരാണെങ്കിൽ മധുരം ചേർത്ത് കടകളിൽ വെക്കുന്നതായിരിക്കും. പക്ഷേ ഒരിക്കലും അല്ല, ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല മധുരമാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.